എയ്ഡഡ് സ്കൂളിലെ അധ്യാപക നിയമനത്തെ ചൊല്ലി സർക്കാരും കത്തോലിക്ക സഭയും തമ്മിൽ പുതിയ പോർമുഖം തുറക്കുന്നു. ഭിന്നശേഷി ഒഴിവുകളുടെ ലിസ്റ്റ് കൈമാറാത്തതിന്റെ പേരിൽ എയ്ഡഡ് നിയമനങ്ങൾക്ക് സർക്കാർ അംഗീകാരം നൽകുന്നില്ല എന്നാണ് കത്തോലിക്ക സഭ മാനേജ്മെന്റുകളുടെ ആരോപണം. NSS സ്കൂളുകൾക്ക് മാത്രം നിയമന അംഗീകാരം നൽകിയത് പ്രതിഷേധക്കാർ ചോദ്യം ചെയ്യുകയാണ്. 25,000-ഓളം അധ്യാപകർ ആണ് നിയമന അംഗീകാരം കിട്ടാതെ കാത്തിരിക്കുന്നത്. വിഷയം ചൂണ്ടിക്കാട്ടി സർക്കാരിനെതിരെ വലിയ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് കത്തോലിക്ക സഭ മാനേജ്മെന്റ്. എയ്ഡഡ് സ്കൂൾ സ്ഥാപനങ്ങളിലെ നിയമനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ച് നാളുകളായി ക്രൈസ്തവ സഭകൾ ചില വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു. സമരത്തിലാണവർ. പക്ഷേ സർക്കാർ അതിനോട് അനുകൂല നിലപാട് സ്വീകരിക്കുന്നില്ല. ഏറ്റവും ഒടുവിൽ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലും സഭകളുടെ നിലപാടിനെ ഫലത്തിൽ തള്ളി പറയുകയാണ്. എന്നാൽ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് മന്ത്രി വി ശിവൻകുട്ടി പറയുന്നുണ്ട്. എന്നോടൊപ്പം ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിലാണ് ചേരുന്നത്. ഇന്നലെ ഏറ്റവും ഒടുവിൽ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലും ഈ സഭകളുടെ സമര രീതികളെ അടക്കം സംശയത്തോടെയാണ് മന്ത്രി കാണുന്നത്. എങ്ങനെയാണ് അതിനോടുള്ള ഒരു പ്രതികരണം? നമ്മളൊരിക്കലും സമരം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരല്ലല്ലോ. വളരെ സമാധാനപൂർണമായിട്ട് സർക്കാരിൻ്റെ സേവന മേഖലകളിലൊക്കെ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. പക്ഷേ എന്തുകൊണ്ട് സമരത്തിലേക്ക് പോകാൻ നിർബന്ധിതരാകുന്നു? കുറേ വർഷങ്ങളായിട്ട് ഈ ഭിന്നശേഷി സംവരണത്തിൻ്റെ പേരിൽ ആയിരക്കണക്കിന് അധ്യാപകരുടെ നിയമനങ്ങൾ തടസ്സപ്പെട്ട് നിൽക്കുകയാണ്. അപ്പം നമ്മൾ കുറേ വർഷങ്ങളായിട്ട് ഗവൺമെൻറ്റുമായിട്ട് സംഭാഷണത്തിലാണ്. ഞങ്ങളിപ്പോഴും സംഭാഷണത്തിലാണ്. ഞങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമുണ്ട് ഗവൺമെൻറ് അനുകൂലമായിട്ടുള്ളൊരു തീരുമാനമെടുക്കുന്നുള്ള വലിയൊരു പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏറ്റവും ന്യായമായിട്ടുള്ളത് എന്താണ്? ഭിന്നശേഷിക്കാർക്ക് 4% സംവരണം കൊടുക്കാം. അതിനു വേണ്ടിയിട്ട് നിയമനങ്ങൾ ഒഴിച്ചിടാമെന്ന് ഞങ്ങൾ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം കൊടുത്തു, ഗവൺമെൻറ്റിൻ്റെ സത്യവാങ്മൂലം കൊടുത്തു. അങ്ങനെ സത്യവാങ്മൂലം കൊടുത്ത് ഈ നിയമനങ്ങൾ ഈ പോസ്റ്റുകൾ ഒഴിച്ചിട്ട് കഴിഞ്ഞാൽ മറ്റ് ആൾക്കാരുടെ നിയമനങ്ങൾ അംഗീകരിക്കുക. ഇത് ഏറ്റവും ന്യായമായ ഒരു ആവശ്യമാണ്. ഇതേ ആവശ്യമായിട്ടാണ് NSS സുപ്രീം കോടതിയെ സമീപിച്ചതും അവർക്ക് അനുകൂലമായ ഒരു വിധി ലഭിച്ചതും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളും ആ ഒരു വിധിയുടെ ആനുകൂല്യം ഞങ്ങൾക്കും ലഭിക്കണമെന്ന് പറഞ്ഞ് ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതിയും അനുകൂലമായിട്ട് വിധിച്ചു. ഇപ്പോൾ സർക്കാർ പറയുന്നത് അഡ്വക്കേറ്റ് ജനറൽ അവർക്ക് ഉപദേശം കൊടുത്തിരിക്കുന്നു. അതായത് ഇത് കൊടുത്തില്ലെങ്കിലും ഇത് NSSന് മാത്രമുള്ള വിധിയാണ്. അതുകൊണ്ട് ക്രൈസ്തവ മാനേജ്മെന്റുകളിലെയോ മറ്റു മാനേജ്മെന്റുകളിലെയോ അധ്യാപകർക്ക് നൽകിയില്ലെങ്കിലും കോടതി അലക്ഷ്യമില്ല എന്ന് അഡ്വക്കേറ്റ് ജനറൽ പറഞ്ഞു എന്നുള്ളതിന്റെ പേരിൽ ഇവരുടെ നിയമനങ്ങൾ അംഗീകരിക്കരുത് എന്ന് അർത്ഥമില്ലല്ലോ. സുപ്രീം കോടതി ഫലത്തിൽ അംഗീകരിച്ചിരിക്കുകയാണ് ഇവർക്ക് ഈ ഭിന്നശേഷി നിയമനത്തിന്റെ പേരിൽ ഭിന്നശേഷിക്കാർക്കുള്ള പോസ്റ്റുകൾ ഒഴിച്ചിട്ടിട്ട് മറ്റു പോസ്റ്റുകൾ അംഗീകരിച്ചു കൊടുക്കാൻ സുപ്രീം കോടതി ഫലത്തിൽ അംഗീകരിച്ചു കഴിഞ്ഞു. അതിൻ്റെ ആനുകൂല്യം നമുക്ക് ലഭിക്കുന്നില്ല. അപ്പോൾ പറയുന്നു നമ്മൾ സത്യവാങ്മൂലം കൊടുത്തിട്ടില്ല. അതെങ്ങനെയാണ് മന്ത്രിക്ക് അത് പറയാൻ സാധിക്കുക? പിന്നെ ക്രൈസ്തവ മാനേജ്മെന്റുകൾ ഭിന്നശേഷിക്കാരുടെ നിയമനത്തെ തടസ്സപ്പെടുത്തുന്നു, അതെങ്ങനെയാണ് അദ്ദേഹത്തിന് പറയാൻ സാധിക്കുക? കാരണം ഞങ്ങൾ ഈ പോസ്റ്റുകളെല്ലാം ഒഴിച്ചിട്ടിരിക്കുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഗവൺമെന്റ് പരിശ്രമിച്ചിട്ടും, കാരണം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയാണ് 2022 ശേഷം നിയമനങ്ങൾ നടത്തേണ്ടത്. ഞാൻ മനസ്സിലാക്കുന്നത് സർക്കാരിന് പല പ്രാവശ്യം പരസ്യം കൊടുത്തിട്ടും ആവശ്യത്തിന് ഉദ്യോഗാർത്ഥികളെ കിട്ടുന്നില്ല. ആ സാഹചര്യത്തിൽ ഇതിങ്ങനെ നീണ്ടു പോവുകയാണ്. നിയമലംഘനം അനുവദിക്കാൻ കഴിയില്ല എന്നാണ് ചർച്ചകളൊക്കെ ആകാം. പക്ഷെ നിയമലംഘനം അനുവദിക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ സഭകളുടെ നിലപാട് ഫലത്തിൽ നിയമലംഘനത്തിന് പ്രേരിപ്പിക്കുന്നതാണ് എന്നതാണ് അതിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കേണ്ടത്. അതെ, ഞങ്ങൾക്ക് സങ്കടകരം ഇതാണ്. ഇങ്ങനെ ധ്വനിപ്പിക്കുന്ന ചില പ്രസ്താവനകൾ അവിടെ നിന്നുണ്ടാകുന്നു. അതായത് ക്രൈസ്തവ മാനേജ്മെന്റുകൾ നിയമലംഘനമാണ് ആവശ്യപ്പെടുന്നത്. ഞങ്ങൾ നിയമലംഘനമല്ല ആവശ്യപ്പെടുന്നത്. ഞങ്ങൾ കോടതിയിൽ പോയി ന്യായമായ രീതിയിൽ ഞങ്ങൾ വിധി സമ്പാദിച്ചിട്ടാണ് ഗവൺമെന്റിന്റെ അടുത്ത് ചെല്ലുന്നത്. അതൊരിക്കലും നിയമവിധേയമായിട്ട് പ്രവർത്തിക്കാനായിട്ട് നമ്മൾ ആഗ്രഹിച്ചത്. സുപ്രീം കോടതിയുടെ വിധിയിൽ NSSന്റെ ബാക്കി എല്ലാ നിയമനങ്ങളും അംഗീകരിക്കാമെങ്കിൽ തീർച്ചയായിട്ടും മറ്റു മാനേജ്മെന്റുകളെ അംഗീകരിക്കാമല്ലോ. അതെങ്ങനെയാണ് നിയമലംഘനമാകുന്നത്? നിയമവിധേയമായിട്ട് പ്രവർത്തിക്കുകയല്ലേ.
ഈ സർക്കാരിനെതിരെ എന്തെങ്കിലും ഒരു അവസരം കിട്ടിയാൽ അതിനെതിരെ പ്രതിഷേധം നടത്തുന്നവരാണ് ഈ സമരത്തിന് പിന്നിൽ എന്നുകൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഫലത്തിലൊരു കടന്നാക്രമണം ക്രൈസ്തവ സഭകൾക്ക് നേരെ നടത്തുന്നുണ്ട് മന്ത്രി ഏറ്റവും ഒടുവിൽ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ. അതിന് അദ്ദേഹത്തിന് എന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്നറിയത്തില്ല. ഏതായാലും ഞങ്ങൾ ഏതായാലും അങ്ങനെ കൊച്ചു കൊച്ചു കാര്യങ്ങൾക്കെല്ലാം സമരത്തിന് ഇറങ്ങുന്ന ആൾക്കാരല്ല. ഞങ്ങൾ അടിസ്ഥാനപരമായി ഈ സമൂഹത്തിൻ്റെ ചില പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് സമരത്തിന് ഇറങ്ങിയിട്ടുള്ളത്. അത് മലയോരത്തെ വന്യമൃഗ ശല്യമാണെങ്കിലും അതുപോലെ കുട്ടനാടിൻ്റെ പ്രശ്നങ്ങളാണെങ്കിലും കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ ഇതൊക്കെ ഉന്നയിച്ചുകൊണ്ട് മാത്രമേ ഞങ്ങൾ സമരത്തിനായിട്ട് ഇറങ്ങിയിട്ടുള്ളൂ. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഒരു നിലപാട് എന്നുള്ള രീതിയിൽ നമുക്ക് കാണാൻ മാത്രമേ, എനിക്ക് തോന്നുന്നില്ല അത് സർക്കാരിൻ്റെ നിലപാട് പോലും ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ഒരു നിലപാടായിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. കത്തോലിക്ക കോൺഗ്രസ് ഈ വിഷയത്തിൽ തന്നെ പുറത്തിറക്കിയ ഒരു പ്രസ്താവനയിൽ കാണുന്നത്, ഇപ്പോൾ ഒരു സമുദായത്തിന്റെ ആവശ്യങ്ങൾക്കൊപ്പം സർക്കാർ ഫലത്തിൽ നിൽക്കുന്നു. ഇപ്പുറത്ത് അങ്ങനെയല്ല, അങ്ങനെ ഒരു ഫീലുണ്ട്, ഒരു വികാരമുണ്ട്. കാരണം ഒരു ഇപ്പോൾ NSSന്റെ കാര്യത്തിലാണ് ഫലത്തിൽ സൂചിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കേണ്ടി വരും. നമ്മൾ ഏത് സർക്കാരാണെങ്കിലും ജനാധിപത്യ സർക്കാർ അവർ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ജനങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രവർത്തിക്കാനായിട്ട് അവർ പരിശ്രമിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ഒരു സമത്വത്തിൻ്റെ രീതിയിൽ പോകണം. എല്ലാവർക്കും ഒരേ അവകാശങ്ങളും ആനുകൂല്യങ്ങളും എല്ലാം നൽകാൻ ഉള്ള ഒരു മനസ്സുണ്ടാവണം. അത് പതിവായിട്ടത് ലംഘിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ ഇത്തരത്തിലുള്ള ചിന്തകളൊക്കെ ഉണ്ടാവാം. ഭൂരിപക്ഷ വോട്ടുകൾ പിടിക്കാൻ പല തന്ത്രങ്ങളും സർക്കാർ പയറ്റുന്നു എന്ന് പറയുന്ന കാലത്താണ് ഈ ഒരു ഇഷ്യൂ കൂടി താരതമ്യം ചെയ്യപ്പെടുന്നത്. തീർച്ചയായിട്ടും. പക്ഷേ ഭൂരിപക്ഷ വോട്ടുകൾ അവർ പിടിക്കുന്നതുകൊണ്ട് നമുക്ക് ആർക്കും എതിർപ്പില്ല. പക്ഷെ അതിനുവേണ്ടി ന്യൂനപക്ഷങ്ങളുടെയോ അല്ലെങ്കിൽ മറ്റ് നമ്മുടെ ന്യായമായ അവകാശങ്ങളെ കവർന്നെടുക്കേണ്ടതുണ്ടോ, അതിന് അവർ തയ്യാറാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കേരള ജനത വിദ്യാഭ്യാസമുള്ള ജനതയാണ്. അവർക്കിത് മുഴുവൻ മനസ്സിലാക്കാനായിട്ട് സാധിക്കുമല്ലോ. ഇപ്പോൾ രാഷ്ട്രീയമായ മുതലെടുപ്പിന് വേണ്ടിയിട്ട് അവരിത് ചെയ്യും. അതിൻ്റെ പേരിൽ ഇത്രയും 17,000-ഓളം അധ്യാപകരുടെ ഭാവി വെച്ച് അവർ പന്താടുമെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. അത് ഈ കേരള കോൺഗ്രസുകൾ സർക്കാരിലുണ്ട്. ഫലത്തിൽ അവരുടെ ഒരു പ്രതിനിധി സംഘം കണ്ട ശേഷമാണ് ഇങ്ങനൊരു പ്രതികരണം വരുന്നതുകൊണ്ട് എന്നതുകൊണ്ടുകൂടി ചോദിക്കുകയാണ്, സർക്കാരിനൊരു ഈ സഭകൾക്ക് പവർ പൊളിറ്റിക്സിൽ സർക്കാരിലുള്ളൊരു സ്വാധീനശേഷി കുറഞ്ഞതായി തോന്നുന്നുണ്ടോ? പവർ പൊളിറ്റിക്സിന്റെ ഭാഗമാകാൻ സഭകൾ ആഗ്രഹിച്ചിട്ടില്ലല്ലോ. തീർച്ചയായും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് സഭയ്ക്കുള്ളിലെ പ്രത്യേകിച്ച് അധ്യാപകർ നേരിടുന്ന വലിയ വിഷയം തന്നെയാണ്. ഏറ്റവും ഒടുവിൽ അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രി ഇത്തരം പ്രതികരണങ്ങൾ നടത്തുമ്പോഴും മുഖ്യമന്ത്രിയിൽ പ്രതീക്ഷ അർപ്പിക്കുകയാണ്. കേരള കോൺഗ്രസ് ഉൾപ്പെടെ നടത്തിയ ഇടപെടലിനെയും അദ്ദേഹം പ്രതീക്ഷയോടെ കാണുകയാണ്. എന്തായാലും സർക്കാരിന്റെ തുടർ നീക്കങ്ങൾ, ചർച്ചകൾ ഇനി എങ്ങനെയുണ്ടാകും എന്നുള്ളത് തീർച്ചയായും കാത്തിരുന്ന് കാണാം. പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. ചങ്ങനാശ്ശേരി അതിരൂപത ബിഷപ്പിന്റെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. അതേസമയം NSS സുപ്രീം കോടതിയിൽ നിന്ന് നേടിയ വിധിയാണ് എന്നും ഇത് മറ്റുള്ളവർക്ക് ബാധകമല്ല എന്നുമാണ് സർക്കാർ നിലപാട്. സർക്കാരിനെതിരെ സമരത്തിന് ഇറങ്ങുന്നവർക്ക് രാഷ്ട്രീയ താൽപര്യമാണ് എന്നും വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി പറയുന്നു. ഈ സമരം അത് രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള സമരമാണ്. LDFന് വിരുദ്ധമായിട്ട് എക്കാലത്തും നിലപാട് സ്വീകരിച്ചിട്ടുള്ള കുറെ ആൾക്കാരാണ് സമരമായി രംഗത്ത് വന്നിരിക്കുന്നത്. അങ്ങനെ രാഷ്ട്രീയപരമായി ഈ വിഷയത്തെ കാണുന്നുണ്ടെങ്കിൽ അതിന്റെ മുന്നിലൊന്നും ഗവൺമെന്റ് കീഴടങ്ങുന്ന പ്രശ്നമേ ഇല്ല. അത് വെച്ചിട്ടൊന്നും മതവും ജാതിയും പിന്നെ അതുപോലുള്ള കാര്യങ്ങൾ വെച്ചിട്ടൊന്നും വിദ്യാഭ്യാസ രംഗത്തെ പരിഷ്കാരങ്ങളെ സംബന്ധിച്ചിടത്തോളം, വിദ്യാഭ്യാസ രംഗത്തുണ്ടാകുന്ന മാറ്റങ്ങളെ സംബന്ധിച്ചിടത്തോളം വിരട്ടാൻ നോക്കണ്ട. ചിലപ്പോൾ വിമോചന സമരം നടത്താനൊക്കെ അന്ന് സാധിച്ചെന്നിട്ടുണ്ടാവാം. അതിന്ന് പ്രയാസമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സർക്കാർ NSSനെ മാത്രം സഹായിക്കുന്നു എന്ന നിലപാടെടുത്തു എന്ന് ക്രൈസ്തവ മാനേജ്മെന്റുകൾ ആരോപിക്കുന്നത് പുതിയ സാഹചര്യത്തിൽ വലിയ ചർച്ചയാവുകയാണ്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മാനേജ്മെന്റുകളെ അനുനയിപ്പിക്കാനുള്ള നീക്കവും സർക്കാർ ആരംഭിച്ചിട്ടുണ്ട്. എന്താണ് ഈ തർക്കത്തിന് പിന്നിൽ? മാനേജ്മെന്റുകളുടെ വാദം എന്താണ്? സർക്കാർ നിലപാടെന്താണ് എന്നുകൂടി പരിശോധിക്കാം. എയ്ഡഡ് സ്കൂൾ അധ്യാപക നിയമനത്തിൽ 4% ഭിന്നശേഷി സംവരണം 2018 നവംബർ 11 മുതൽ മുൻകാല പ്രാബല്യത്തോടെ നടപ്പാക്കണമെന്ന് കോടതി ഉത്തരവുണ്ടായിരുന്നു. എന്നാൽ കേരളത്തിലുടനീളം നിരവധി ഭിന്നശേഷി ഒഴിവുകൾ നികത്താതെ വന്നതോടെയാണ് ഭിന്നശേഷി നിയമനം നടത്താതെ മറ്റ് നിയമനങ്ങൾ അംഗീകരിക്കില്ലെന്ന് സർക്കാർ നിലപാടെടുക്കുകയും പ്രശ്നങ്ങൾ ആരംഭിക്കുകയും ചെയ്തത്. ഇതിനെതിരെ NSS സുപ്രീം കോടതിയെ സമീപിച്ചു. പ്രധാനമായും ഭിന്നശേഷി ഒഴിവുകൾ നികത്താൻ തക്ക ഉദ്യോഗാർത്ഥികളെ കണ്ടെത്താൻ കഴിയുന്നില്ല എന്നതായിരുന്നു NSS കോടതിയെ ധരിപ്പിച്ച വിഷയം.
ഭിന്നശേഷി നിയമനം ഒഴികെയുള്ള മറ്റ് നിയമനങ്ങൾ റെഗുലറൈസ് ചെയ്ത് നൽകാൻ സുപ്രീം കോടതി ഉത്തരവിട്ടു. ഇത് സർക്കാർ പെട്ടെന്ന് നടപ്പാക്കുകയും ചെയ്തു. ഇത് ചൂണ്ടിക്കാട്ടി ക്രിസ്ത്യൻ മാനേജ്മെന്റുകൾ ഹൈക്കോടതിയെ സമീപിച്ചു. 4 മാസത്തിനകം തീരുമാനമെടുക്കാൻ സർക്കാരിനോട് കോടതി നിർദ്ദേശിച്ചു. സർക്കാർ നിയമോപദേശം തേടി. ഇതുപ്രകാരം NSSന്റെ കാര്യത്തിലാണ് സുപ്രീം കോടതി ഉത്തരവ് വന്നിരിക്കുന്നത്. എന്നാൽ അതൊരു പൊതുവായ വിധിയല്ല എന്നാണ് അഡ്വക്കേറ്റ് ജനറൽ സർക്കാരിനെ അറിയിച്ചത്. ഇതനുസരിച്ച് സർക്കാർ ഉത്തരവിറക്കുകയും ചെയ്തിരുന്നു. ഇതാണ് പ്രധാനപ്പെട്ട തർക്ക വിഷയം. NSS നേരിട്ട അതേ പ്രതിസന്ധിയാണ് മറ്റു മാനേജ്മെന്റുകൾ നേരിട്ടത്. ഒഴിവുകളിലേക്കുള്ള ഭിന്നശേഷി ഉദ്യോഗാർത്ഥികളെ കണ്ടെത്താൻ കഴിയുന്നില്ല. ഇത് കാരണം മറ്റൊഴിവുകളിലേക്കുള്ള നിയമനങ്ങൾ സർക്കാർ അംഗീകാരം നൽകുന്നുമില്ല. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിന്നുള്ള ആളുകളുടെ പട്ടിക ലഭിക്കുന്നില്ല എന്നും മാനേജ്മെന്റുകൾ പറയുന്നു. തുടർന്ന് മാനേജ്മെന്റുകളുടെ ഈ ആശങ്കകൾ പരിഹരിക്കാൻ മാർഗനിർദ്ദേശങ്ങൾ സർക്കാർ തേടുകയുണ്ടായി. അതിന്റെ ഭാഗമായാണ് ജില്ലാ സംസ്ഥാനതല സമിതികൾക്ക് രൂപം നൽകിയിട്ടുള്ളത്. നികത്താൻ കഴിയാത്ത ഭിന്നശേഷി ഒഴിവുകൾ ഈ കമ്മിറ്റികളെ കൃത്യമായി റിപ്പോർട്ട് ചെയ്യാനടക്കം നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ 5000-ത്തിലധികം ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യേണ്ട സ്ഥാനത്ത് വെറും 1500 ഒഴിവുകൾ മാത്രമാണ് മാനേജ്മെന്റുകൾ റിപ്പോർട്ട് ചെയ്തതെന്നാണ് സർക്കാർ വിശദീകരണം. ഈ സാഹചര്യത്തിലാണ് മതവും ജാതിയും കാട്ടി വിരട്ടാൻ നോക്കണ്ട എന്ന നിലപാട് മന്ത്രി ശിവൻകുട്ടി എടുത്തത്. എയ്ഡൻ മാനേജ്മെന്റുകൾക്ക് വേണ്ടി സർക്കാരിന് ഉത്തരവിറക്കാൻ കഴിയില്ല. പകരം അവർ കോടതിയിൽ പോയി അനുകൂല വിധി നേടുകയാണെങ്കിൽ അതനുസരിച്ച് മറ്റ് നടപടികൾ എടുക്കാൻ വകുപ്പ് തയ്യാറാണെന്നും മന്ത്രി നിലപാട് അറിയിച്ചു. മാനേജ്മെന്റുകൾക്ക് തങ്ങളുടെ ആശങ്ക സമിതിക്ക് മുൻപാകെ ഇനിയും സമർപ്പിക്കാൻ അവസരമുണ്ടായിരിക്കുമെന്നും 2 ആഴ്ചയ്ക്കുള്ളിൽ ഈ സമിതി സർക്കാരിന് റിപ്പോർട്ട് നൽകുമെന്നാണ് സർക്കാർ പ്രതീക്ഷ. ഇത് ലഭിച്ചാലുടൻ പ്രശ്നപരിഹാരത്തിനുള്ള നടപടികൾ ആരംഭിക്കുമെന്നും സർക്കാർ വാദം. ഈ വിഷയത്തിൽ ന്യൂസ് 18ന്റെ വിശദമായ വാർത്തയും ചർച്ചയും വരും മണിക്കൂറുകളിൽ തുടരുന്നതായിരിക്കും.